2025 ഒരു വ്യാഴാഴ്ച രാത്രി ബീഹാറിലെ പട്നയിലെ ഒരു ശാന്തമായ റോഡ്. തിരക്ക് കുറഞ്ഞ വിളക്കുകൾ മങ്ങിയ ഒരു പാത. മേജർ വിക്രം സിംഗ് എന്ന സൈനിക ഉദ്യോഗസ്ഥൻ ഒരു സർക്കാർ ജീപ്പ് ഓടിക്കുകയാണ്. അദ്ദേഹം പട്നയ്ക്കടുത്തുള്ള ഒരു സൈനിക ക്യാമ്പിൽ നിന്ന് ഒരു യോഗം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയാണ്. മേജർ വിക്രം 20 വർഷത്തെ സൈനിക സേവനമുള്ള 2 വിദേശ ദൗത്യങ്ങളിൽ പങ്കെടുത്ത വീര്യവും ശാന്തതയും ഒരുപോലെ കൈവരിച്ച ഒരു മനുഷ്യൻ. ജീപ്പിന്റെ ടയറുകൾ റോഡിൽ മെല്ലെ ഉരുളുന്ന ശബ്ദത്തോടെ അദ്ദേഹം ശാന്തമായി ഡ്രൈവ് ചെയ്യുന്നു. നിയമലംഘനം ഒന്നും ചെയ്തിട്ടില്ല, വേഗം കൂട്ടിയിട്ടില്ല, എല്ലാം നിയമപരമാണ്. പക്ഷേ റോഡിന്റെ ഒരു വളവിൽ ഒരു പോലീസ് ജീപ്പ് നിൽക്കുന്നു. സബ് ഇൻസ്പെക്ടർ രാജേഷ് കുമാർ, 15 വർഷത്തെ പോലീസ് സേവനമുള്ള അധികാരത്തിന്റെ ലഹരിയിൽ മുഴുകിയ ഒരാൾ. രാത്രി പരിശോധനയ്ക്കിടെ കയ്യിൽ ഒരു ചായയുമായി മൊബൈലിൽ എന്തോ നോക്കിയിരിക്കുകയാണ്. വിക്രമിന്റെ ജീപ്പ് കണ്ടതും അവന്റെ കണ്ണുകൾ തിളങ്ങി. ഇതൊരു സർക്കാർ വണ്ടിയല്ലേ, നോക്കാം എന്നു പറഞ്ഞ് ചായ റോഡിൽ വലിച്ചെറിഞ്ഞ് പോലീസ് ജീപ്പിന്റെ ലൈറ്റ് ഓൺ ചെയ്ത് പിന്തുടരുന്നു. വിക്രം ലൈറ്റ് കണ്ട് ശാന്തമായി വണ്ടി ഒതുക്കി നിർത്തുന്നു. ഒരു സൈനികന്റെ അച്ചടക്കത്തോടെ കൈകൾ സ്റ്റിയറിംഗിൽ വെച്ച് ശാന്തമായിരിക്കുന്നു. രാജേഷ് ഒരു ടോർച്ചും പിടിച്ച് വലിയ ഗമയിൽ അടുത്തേക്ക് വരുന്നു. ലൈസൻസും വണ്ടിയുടെ കടലാസും എടുക്ക് എന്ന് ഒരു അലർച്ച. വിക്രം ശാന്തമായി ചോദിക്കുന്നു, സർ, എന്താണ് പ്രശ്നം? ഞാൻ എന്താണ് തെറ്റ് ചെയ്തത്? രാജേഷിന് ഈ ചോദ്യം ഇഷ്ടപ്പെട്ടില്ല. നിന്നോട് ചോദ്യം ചോദിക്കാൻ പറഞ്ഞോ? ലൈസൻസ് എടുക്ക് എന്ന് അലറുന്നു. വിക്രം ഒരു പുഞ്ചിരിയോടെ, സർ, ഞാനൊരു സൈനികനാണ്, ഇത് സർക്കാർ വാഹനമാണ് എന്നു പറഞ്ഞ് പതിയെ ലൈസൻസും കടലാസുകളും എടുക്കുന്നു. രാജേഷ് ഇത് കേട്ട് പൊട്ടിച്ചിരിക്കുന്നു. സൈനികനോ? ഇവിടെ ഞാനാണ് നിയമം എന്നു പറഞ്ഞ് വിക്രമിനോട് വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പറയുന്നു. വിക്രം ശാന്തമായി ഇറങ്ങി. സർ, എന്തിനാണ് ഇറങ്ങേണ്ടത്? ഞാൻ എന്താണ് തെറ്റ് ചെയ്തത് എന്ന് വീണ്ടും ചോദിക്കുന്നു. ഇതോടെ രാജേഷിന്റെ ദേഷ്യം കൂടുന്നു. നിന്റെ ഈ ധാർഷ്ട്യം അവിടെ വെച്ചേക്ക് എന്ന് പറഞ്ഞ് വിക്രമിന്റെ നെഞ്ചിൽ തള്ളുന്നു. വിക്രം ഒരു സൈനികന്റെ അച്ചടക്കത്തോടെ പിന്നോട്ടു മാറുന്നു, പക്ഷേ ഒന്നും പറയുന്നില്ല. രാജേഷ് ഇതിന്റെ ലഹരിയിൽ വിക്രമിന്റെ കോളറിൽ പിടിച്ച്, നിന്നെ ഞാൻ ശരിയാക്കും എന്ന് പറഞ്ഞ് ഒരു അടി കൊടുക്കുന്നു. വിക്രം വേദന കടിച്ചമർത്തി, സർ, ഇത് തെറ്റാണ് എന്ന് മാത്രം പറയുന്നു. പക്ഷേ രാജേഷ് മറ്റ് 2 പോലീസുകാരെയും വിളിച്ച് വിക്രമിനെ മർദ്ദിക്കാൻ തുടങ്ങുന്നു. റോഡിൽ ആരും കാണാതെ 3 പോലീസുകാർ ഒരു സൈനികനെ മർദ്ദിക്കുന്നു. അവസാനം വിക്രമിനെ കൈവിലങ്ങുവെച്ച് നിന്നെ ജയിലിലിടും എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു. സ്റ്റേഷനിൽ വിക്രമിനെ ഒരു ഇരുണ്ട ലോക്കപ്പിലിടുന്നു. നിന്റെ സൈനികഗമ ഞങ്ങളിവിടെ തീർക്കും എന്ന് പറഞ്ഞ് രാജേഷ് പോകുന്നു. വിക്രം വേദനയോടെ ലോക്കപ്പിലിരിക്കുന്നു. പക്ഷേ ഒരു സൈനികന്റെ ധൈര്യം അവന്റെ കണ്ണുകളിൽ തിളങ്ങുന്നു. അദ്ദേഹം മനസ്സിൽ ചിന്തിക്കുന്നു, ഇത് ഇവിടെ അവസാനിക്കില്ല, നീതി നടപ്പാകും. അതേസമയം വിക്രമിന്റെ ക്യാമ്പിൽ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർക്ക് എന്തോ തെറ്റ് സംഭവിച്ചതായി മനസ്സിലാകുന്നു. വിക്രം രാത്രി വീട്ടിലെത്തിയില്ല എന്ന വിവരം അവർക്ക് ലഭിക്കുന്നു. ക്യാമ്പിലെ ലഫ്റ്റനന്റ് രാഹുൽ ശർമ്മ, വിക്രമിന്റെ അടുത്ത സുഹൃത്ത്, ഉടൻ അന്വേഷണം തുടങ്ങുന്നു. നമ്മുടെ മേജർ വിക്രം എവിടെ? അവനെ കാണാതായിട്ട് മണിക്കൂറുകളായി എന്ന് പറഞ്ഞ് രാഹുൽ ടീമിനെ ഒരുക്കുന്നു. അവർ പട്നയിലെ പോലീസ് സ്റ്റേഷനുകളിൽ അന്വേഷിക്കാൻ തുടങ്ങുന്നു. ഒടുവിൽ ഒരു സ്റ്റേഷനിൽ നിന്ന് വിവരം ലഭിക്കുന്നു, വിക്രം ലോക്കപ്പിൽ. ഇതോടെ സൈനികർ ഒന്നടങ്കം ഒരു മാസ് ആക്ഷൻ തുടങ്ങുന്നു. ലഫ്റ്റനന്റ് രാഹുൽ, ക്യാപ്റ്റൻ അനിൽകുമാർ, സർജൻ ശിവപ്രസാദ് എല്ലാവരും ഒന്നിച്ച് 20ലധികം സൈനികർ യൂണിഫോമിൽ അച്ചടക്കത്തോടെ പട്നയിലെ ആ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് ചെയ്യുന്നു. ഈ കാഴ്ച കാണാൻ തന്നെ ഒരു ഗംഭീര ഫീൽ. സൈനികർ ഒരു വരിയായി കാലുകൾ ഒരേ താളത്തിലുയർത്തി സ്റ്റേഷന്റെ മുറ്റത്തേക്ക് എത്തുന്നു. നാട്ടുകാർ ഇതെന്താണ് നടക്കുന്നത് എന്ന് നോക്കി നിൽക്കുന്നു. സ്റ്റേഷനിലെ പോലീസുകാർ ഇത്രയും സൈനികരെ കണ്ട് ഞെട്ടിപ്പോകുന്നു. രാഹുൽ മുന്നിൽ നിന്ന് ശക്തമായ ശബ്ദത്തിൽ വിളിച്ചു പറയുന്നു, മേജർ വിക്രം സിംഗിനെ ഉടൻ വിട്ടയക്കണം. അദ്ദേഹത്തിന് നേരെ നടന്നത് അനീതിയാണ്. സ്റ്റേഷനിലെ SI രാജേഷ് ആദ്യമൊന്ന് ഗമ കാണിക്കാൻ ശ്രമിക്കുന്നു. നിന്റെ മേജറല്ല, ആരായാലും ഇവിടെ ഞങ്ങളാണ് നിയമം എന്ന് പറയുന്നു. പക്ഷേ സൈനികർ ഒരു നിമിഷം പോലും പിന്മാറുന്നില്ല. ക്യാപ്റ്റൻ അനിൽ ഒരു ഫോൺ എടുത്ത്, നിന്റെ ഈ അഹങ്കാരം ഞങ്ങൾ കോടതിയിലെത്തിക്കും എന്ന് പറഞ്ഞ് ഒരു വക്കീലിനെ വിളിക്കുന്നു. സൈനികർ അവിടെ നിന്ന് പിന്മാറാതെ ഒരു ശക്തമായ പ്രതിഷേധം തുടങ്ങുന്നു. അവർ സ്റ്റേഷന്റെ മുന്നിൽ അച്ചടക്കത്തോടെ നീതി വേണം, മേജർ വിക്രമിന് നീതി എന്ന് മുദ്രാവാക്യം വിളിക്കുന്നു. നാട്ടുകാർ ഈ മാസ സീനിന് സാക്ഷിയാകാൻ ഫോണിൽ വീഡിയോ എടുക്കാൻ തുടങ്ങുന്നു. സോഷ്യൽ മീഡിയയിൽ പട്നയിൽ സൈനികർ പോലീസിനെതിരെ,
എന്ന് വാർത്ത വൈറലാകുന്നു. ഈ ഒറ്റ രാത്രി കൊണ്ട് സൈനികരുടെ ധൈര്യം എല്ലാവരും സംസാരിക്കാൻ തുടങ്ങുന്നു. അതേസമയം വിക്രമിനെ ലോക്കപ്പിൽ നിന്ന് പുറത്തിറക്കാൻ സൈനികർ നിയമപരമായ നീക്കങ്ങൾ തുടങ്ങുന്നു. ഒരു പ്രശസ്ത വക്കീൽ അഡ്വക്കേറ്റ് പ്രകാശ് റായ് കേസ് ഏറ്റെടുക്കുന്നു. സൈനികർ വിക്രമിന്റെ ശരീരത്തിലെ മർദ്ദനത്തിന്റെ പാടുകൾ ഫോട്ടോ എടുത്ത് മെഡിക്കൽ റിപ്പോർട്ട് തയ്യാറാക്കുന്നു. നാട്ടുകാരിൽ ഒരാൾ മർദ്ദനം നടക്കുന്നത് ഫോണിൽ പകർത്തിയ വീഡിയോ വക്കീലിന് കൈമാറുന്നു. ഇത് കോടതിയിൽ തെളിവാണ് എന്നു പറഞ്ഞ് പ്രകാശ് റായ് എസ്.ഐ. രാജേഷിനും മറ്റ് പോലീസുകാർക്കുമെതിരെ കേസ് ഫയൽ ചെയ്യുന്നു. കോടതിയിൽ കേസ് തുടങ്ങുന്നു. സൈനികർ യൂണിഫോമിൽ മേജർ വിക്രമിനെ പിന്തുണയ്ക്കാൻ ഒരു വലിയ ടീമായി കോടതിയിലെത്തുന്നു. ഈ കാഴ്ച കാണാൻ തന്നെ ഒരു മാസ് സീൻ. കോടതി മുറ്റത്ത് സൈനികർ നീതി വേണം എന്ന് ഒറ്റക്കെട്ടായി വിളിക്കുന്നു. വിക്രം മർദ്ദനത്തിന്റെ പാടുകളോടെ കോടതിയിൽ നിന്ന് ശാന്തമായി എല്ലാം വിവരിക്കുന്നു. ഞാനൊരു സൈനികനാണ്. ഞാൻ എന്റെ രാജ്യത്തിനു വേണ്ടി പോരാടി. പക്ഷേ ഇവിടെ ഒരു പോലീസുകാരൻ എന്നെ ഒരു കുറ്റവാളിയെപ്പോലെ മർദ്ദിച്ചു എന്ന് അദ്ദേഹം പറയുമ്പോൾ കോടതിയിൽ ഒരു നിശബ്ദത. വക്കീൽ പ്രകാശ് റായ് വീഡിയോ തെളിവ് കോടതിയിൽ കാണിക്കുന്നു. മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ കണ്ട് ജഡ്ജിയും ജനങ്ങളും ഞെട്ടുന്നു. രാജേഷ് കോടതിയിൽ ഞാൻ എന്റെ ജോലി ചെയ്തതാണ് എന്ന് വാദിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ സൈനികർ ഒന്നിച്ചു നിന്നതിന്റെ ശക്തി, വീഡിയോ തെളിവ്, മെഡിക്കൽ റിപ്പോർട്ട് ഇതെല്ലാം അവന്റെ വാദത്തെ തകർക്കുന്നു. ഒടുവിൽ കോടതിയുടെ വിധി വരുന്നു. എസ്.ഐ. രാജേഷ് കുമാറും മറ്റ് 2 പോലീസുകാരും മേജർ വിക്രം സിംഗിനെ അന്യായമായി മർദ്ദിച്ചതിനും ജയിലിലടച്ചതിനും കുറ്റക്കാരാണ് എന്ന് ജഡ്ജി പ്രഖ്യാപിക്കുന്നു. രാജേഷിന് 3 വർഷം ജയിൽ ശിക്ഷയും 50,000 രൂപ പിഴയും ലഭിക്കുന്നു. മറ്റു പോലീസുകാർക്ക് 1 വർഷം ശിക്ഷ. കോടതി മുറ്റത്ത് സൈനികർ ജയ് ഹിന്ദ് എന്ന് അലറി വിജയമാഘോഷിക്കുന്നു. നാട്ടുകാർ ഇതാണ് ഞങ്ങളുടെ സൈന്യം എന്ന് പറഞ്ഞ് കൈയടിക്കുന്നു. വിക്രം കോടതിക്ക് പുറത്ത് തന്റെ സഹപ്രവർത്തകരോട് പറയുന്നു, നിന്റെ ശക്തി യൂണിഫോമിലല്ല, നിന്റെ ധൈര്യത്തിലാണ്. അനീതി കണ്ടാൽ ഒരുമിച്ച് നിന്ന് പോരാടണം. സൈനികർ ഒരു മാസ സല്യൂട്ട് കൊടുത്ത് വിക്രമിനെ ആദരിക്കുന്നു. ഈ സംഭവം ബീഹാറിൽ മാത്രമല്ല രാജ്യമെങ്ങും വാർത്തയാകുന്നു. സൈനികർ പോലീസിന്റെ അധികാര ദുർവിനിയോഗത്തെ തോൽപ്പിച്ചു എന്ന് പത്രങ്ങൾ എഴുതുന്നു. ഈ കഥ സൈനികരുടെ ഒരുമയും ധൈര്യവും കാണിക്കുന്നു. അവർ ഒരു സാധാരണ പോലീസ് സ്റ്റേഷനെ നിയമത്തിന്റെ മുന്നിൽ മുട്ടുകുത്തിച്ചു. അനീതിക്കെതിരെ അവർ ഒന്നിച്ചു നിന്നപ്പോൾ നീതി ജയിച്ചു. നമുക്കീ കഥ എല്ലാവരോടും പറയാം, അല്ലേ? കാരണം സൈനികരുടെ ഈ മാസ് പോരാട്ടം നമ്മെ എല്ലാവരെയും പ്രചോദിപ്പിക്കുന്നു.